ഹലോ ഗായ്സ്, മെൽറോസ് ബൈ മിട്ടു എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വള്ളുവനാടൻ സ്റ്റൈലിൽ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് പലരും മുയലിനോട് ചോദിച്ചിരുന്നു. ഇന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് മുയൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് ഇട്ടത് ഇതും വട്ടത്തിൽ അരിഞ്ഞില്ല അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കണം കേട്ടോ. ഇത് ഇതിൻ്റെതായ രീതിയിൽ ഇതാക്കിയാൽ മാത്രമേ അതിൻ്റെതായ ഒരു അത് ഉണ്ടാവുള്ളൂ. അത് അങ്ങോട്ട് ശരിക്കും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഇതും പിന്നെ ഇല്ലാതും പിന്നെ കുറച്ച് മറ്റേതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കുമ്പോഴേക്കും നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു കളർ വരും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു വാസന, വല്ലാത്തൊരു ഇതായിട്ടുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല, അത്രയ്ക്കൊരു വാസനയാണ് ഇവിടെ എല്ലാം പരക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതോടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുനുകുന തന്നെ അരിയണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നന്നായിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് ഇതിങ്ങനെ വിതറി കൊടുക്കുക. ഇതിങ്ങനെ വിതറി കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയും നല്ലൊരു വാസനയും വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് മറ്റേത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി മറിക്കണം, എങ്കിലേ അതിൻ്റെ സ്വാദ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല ഒരു മായവും ചേർക്കാത്ത പൊടികൾ തന്നെയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ സ്വാദ് ഉണ്ടാവുള്ളൂ. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കണം. അപ്പോൾ നമ്മൾ അത് എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മറിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വള്ളുവനാടൻ നാട്ടിൽ ഇതിനെ ഇളക്കി മറിക്കുക എന്നാണ് പറയുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചാൽ മാത്രമേ അതിൻ്റെതായൊരു സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇളക്കി മറിക്കുക എന്നാണ് പറയുന്നത്. ഈ ആവശ്യത്തിന് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നല്ല നല്ല സ്വാദുള്ള നിറനെയ്യാണ്, ശുദ്ധമായ നിറനെയ്യാണ്. ഇത് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാൽ അതിൻ്റെതായൊരു സ്വാദ് ഉണ്ടാവില്ല, പുറത്തുനിന്ന് മായവും എല്ലാം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി മറിക്കണം. അപ്പോൾ ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വിഭവമായിരിക്കും. മാത്രമല്ല ഇതൊരു 4 മണി പലഹാരമായിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഇത് നല്ലൊരു വിഭവമാണ്. മാത്രമല്ല കുട്ടികൾക്കും സ്കൂളിലൊക്കെ പോകുമ്പം ആഹാരം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മറിക്കണം. പിന്നെ ഈ ഒരു വിഭവത്തിന് ഒരു പ്രത്യേക രഹസ്യ കൂട്ടുകൂടിയുണ്ട്. അത് ഇതിൻ്റെ അവസാനം പറയുന്നതായിരിക്കും എന്താണ് ഇതിൻ്റെ രഹസ്യ കൂട്ട്. അപ്പോൾ ആ രഹസ്യ കൂട്ടുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ ഇങ്ങനെ തന്നെ ഇതാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള രഹസ്യ കൂട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് അതും ഇതും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി മറിക്കണം. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. ഇതിന് പലതരം ഹൈലൈറ്റുകളുണ്ട്. ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഇളക്കി മറിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പുറത്തുനിന്ന് മേടിച്ച ഒരു പാക്കറ്റിൻ്റെ ഒരു പൊടി പോലും ഇതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് പ്രത്യേകം എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ
നിങ്ങൾ ചോദിക്കുന്നത് എന്താ മൊയില് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഓർമ്മ പുതുക്കലാണ്. പണ്ട് ഇല്ലത്തെ നമ്മുടെ അച്ഛൻ നമ്പൂതിരി വരുന്ന സമയത്ത് ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവം കൂടിയാണ്. മാത്രമല്ല ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനും ഓണത്തിനും വിഷു വന്നാലും ഇത് ഒരു പ്രത്യേക വിഭവമായിട്ട് സദ്യയുടെ സൈഡിൽ തന്നെ വിളമ്പുന്ന ഒരു കൂട്ടാണ്. ഇതൊരു നല്ലൊരു കൂട്ടാണ്, ഒരു സ്വാദുള്ള ഒരു കൂട്ടായിട്ട് ഇതിങ്ങനെ വിളമ്പുന്ന ഒരു രീതി ഞങ്ങളുടെ വള്ളുവനാട്ടിൽ പ്രചാരത്തിലുണ്ട്. നാട്ടിലുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ കരുതുമ്പോൾ എന്താ ഇങ്ങനെ വളവിളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ രഹസ്യക്കൂട്ട് ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ഇത് വിഭവസമൃദ്ധമായ രീതിയിൽ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഞങ്ങളിത് ഉണ്ടാക്കുമല്ലോ. മുയലമ്മയ്ക്ക് ഇതെന്താ പറഞ്ഞു തന്നാലെന്ന് നിങ്ങൾ കരുതും. അപ്പം നമ്മൾ ആ രഹസ്യക്കൂട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം ഇതിന് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്മയത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തന്മയത്വം എന്ന് പറയും. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇതും നമ്മൾ പുറത്തുനിന്നല്ല വാങ്ങിയിരിക്കുന്നത്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളായാലും തവയായാലും സ്പൂണായാലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ഇല്ലത്ത് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇതേ സ്വാദ് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് കൂടി ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ഒരു നാടൻ പെൺകുട്ടി ഇതിനാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു വള്ളുവനാടൻ ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വളരെ ഒരു അങ്ങനെ ഭയങ്കര അതികഠിനമായൊരു പ്രക്രിയയൊന്നും അല്ല. അതുകൊണ്ട് ഏതൊരു കുഞ്ഞു കുട്ടിക്ക് പോലും ഉണ്ടാക്കാവുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് മൊയില് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു ഡൗട്ടും വിചാരിക്കണ്ട. അപ്പോൾ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ മൊയില് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവില്ല. അത് വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു മീൻപൊടിക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇതിൽ ആവശ്യത്തിലധികം ഫിൽറ്റർ ആഡ് ചെയ്യേണ്ടതാണ്. അത് ഇതുവരെ ആരും നിങ്ങളോട് ഈ രഹസ്യക്കൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ആദ്യമായ മൊയിലിൻ്റെ ചാനലാണ് മൊയില നിങ്ങൾക്ക് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ മൊയിലിനെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ മനം മടുപ്പിക്കുന്ന രീതിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം മൊയിലിൻ്റെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീണ്ടും കാണണം. ഒന്നും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടോളൂ. അതിനൊന്നും ഒരു വിഷമവും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം നമ്മുടെ ഇത് ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇതായി കഴിയുമ്പോഴേക്കും നമ്മളിത് അതിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം. അപ്പോഴേക്കും ഇത് നല്ല രീതിയിൽ ഉണ്ടായി വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിൻ്റേതായ അത് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ഇത് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചൂടോടെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ബൈ.